ഈ സ്ഥാപനത്തിന്റെ പേര് ശ്രീകൃഷ്ണ എഞ്ചിനീയറിംഗ് വർക്ക്സ്. ഇത് പടിയൂര് കോടംകുളം എന്ന് പറയും. എക്സാക്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇരിഞ്ഞാലക്കുടയാണ് ബേസ്. ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ഇടതിരിഞ്ഞ് ടു മൂന്നുപിടിക്ക് പോണ വഴിയിൽ പടിയൂര്. സ്റ്റാർട്ട് ചെയ്തിട്ട് 10-30 വർഷമായിട്ടുണ്ട്. അച്ഛനായിട്ട് തുടങ്ങി വെച്ചതാണ്. പിന്നെ അച്ഛൻ ഇപ്പോൾ ഒരു 9 വർഷമായി മരിച്ചിട്ട്. അതിനുശേഷം ഞാൻ ഏറ്റെടുത്തതാണ്. ഈ കമ്പനിയിലേക്ക് വരുമ്പോൾ മെയിനായിട്ട് പന്തൽ വർക്കാണ്. ഡ്രസ്സ് എല്ലാ വർക്കും ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ മെയിനായിട്ട് പന്തൽ വർക്കാണ്. കാരണം എല്ലാ പണിക്കാരെയും ഇവിടെ വർക്ക്ഷോപ്പിൽ വെച്ച് തന്നെ ഹോൾട്ട് ചെയ്തിട്ട് പണിയാനായിട്ട് എല്ലാവർക്കും ഇൻട്രസ്റ്റ്. കാരണം നമ്മള് ഇപ്പോൾ ചൂടും എല്ലാ കാര്യങ്ങളും കൂടിയിട്ട് എല്ലാവർക്കും പുറത്ത് ഇറങ്ങാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ കുറെ കാര്യങ്ങളും കീപ്പപ്പ് ചെയ്യണം. അപ്പോൾ മെയിനായിട്ട് പന്തൽ വർക്കാണ് ഞാൻ ചൂസ് ചെയ്യണത്. പന്തൽ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്യാണ ഫംഗ്ഷനും ഈ ഫംഗ്ഷന് വീടിന്റെ ഫ്രണ്ടില് ഹാളൊക്കെ ക്രിയേറ്റ് ചെയ്യുക, പിന്നെ ഓഡിറ്റോറിയം പോലെ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനത്തെ വർക്കാണ്. ഇത് മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ക്വയർ ട്യൂബാണ്. നമ്മൾ പല ഡിസൈനും പല കാര്യങ്ങൾക്കും പല രീതിയിലുള്ള സ്ക്വയർ ട്യൂബ് നമ്മൾ യൂസ് ചെയ്യും. സ്ക്വയർ ട്യൂബാണ് മെയിനായിട്ട് യൂസ് ചെയ്യുക. പിന്നെ സ്ക്വയർ ട്യൂബ് യൂസ് ചെയ്യാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ സി ചാനലൊക്കെ വെച്ച് ചെയ്യുന്ന വർക്കുകളൊക്കെ ഉണ്ട്. സി ചാനലൊക്കെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അത് ഹെവി വർക്കാണ്, ക്രെയിനൊക്കെ യൂസ് ചെയ്യണം. ഇതിപ്പോ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെയിൻ വേണ്ട, മാൻ പവർ മതി ഇതിന് യൂസ് ചെയ്യാനായിട്ട്. ആ കാലഘട്ടത്തിൽ സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ നല്ലൊരു അച്ഛന്റെ ഫീൽഡ് വേറെ ആയിരുന്നു. പിന്നെ അച്ഛൻ ഭയങ്കര ഐഡിയാസ് ആയിരുന്നു. കാരണം ഒരു 2 വർഷം മുന്നേക്കുള്ള ചിന്തിക്കാനുള്ള കഴിവ് ആൾക്കുണ്ടായിരുന്നു. ആൾക്ക് നല്ല പ്ലാനിങ് ഉള്ള വ്യക്തിയായിരുന്നു. അപ്പോ അച്ഛൻ ആദ്യം ഫെരാരിയുടെ കമ്പനിയിലായിരുന്നു പുറത്ത്. അപ്പോൾ അതിനുശേഷം പിന്നെ നാട്ടിലേക്ക് വന്ന് പിന്നെ ഇവിടെ ഹോൾട്ട് ചെയ്ത് പിന്നെ ഇങ്ങനെ തുടങ്ങിയ സ്ഥാപനമാണ്. ആളുടെ ഐഡിയയിലൂടെ തുടങ്ങിയ സ്ഥാപനമാണ്. ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങാനായിട്ട് മുന്നേ ഞാൻ ചെറിയ ഫാം, കൃഷി അങ്ങനത്തെ താല്പര്യമായിരുന്നു കൂടുതൽ. പിന്നെ അച്ഛൻ മരിച്ചതിന് ശേഷം പിന്നെ അച്ഛൻ ഇൻട്രസ്റ്റ് കാട്ടിയത് ഇങ്ങനത്തെ മെക്കാനിക്കൽ ഫീൽഡിലോടായതുകൊണ്ട് പിന്നെ നമ്മള് അച്ഛന്റെ ആ ഒരു പിൻഗാമി പോലെ നിന്നു മാത്രം. പിന്നെ അത്യാവശ്യം ചെറിയ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ആദ്യം ചെയ്തിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പാട്ടത്തിന് സ്ഥലമെടുത്ത് കൃഷിയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ അതും കേരളത്തിലല്ല, തമിഴ്നാട്ടില്. അപ്പൊ അതൊക്കെ വിട്ട് എന്റെ വിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് സ്വന്തമായിട്ട് ഇനി എന്തെങ്കിലും ചെയ്യണം വേറെ സൈഡായിട്ട്. അപ്പൊ സൈഡായിട്ട് തിങ്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് എന്തായിട്ടും കീപ്പപ്പ് ചെയ്ത് പോകണം. കുറെ ഐഡിയാസ് ഉണ്ട് നിലവില്. അപ്പൊ അതൊന്ന് വിഷനിലേക്ക് വരണം. എന്റെ ഫാമിലിയില് ഇപ്പോ അച്ഛനില്ല, അച്ഛൻ മരിച്ചു. അമ്മ, അനിയത്തി ഉണ്ട്, പിന്നെ വൈഫുണ്ട്. ഈ ഫീൽഡിലേക്ക് വരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ താല്പര്യം വേണം, ഒന്നാമത്തെ കാര്യം. പിന്നെ എന്ത് നമുക്ക് തന്നാലും അത് ക്രിയേറ്റീവായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കണം. അതിനിപ്പോ ഡിലേ വരുത്താൻ പാടില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറെ നമ്മള് അവരുടെ ആഗ്രഹവും നമ്മുടെ ഐഡിയയും അവരുടെ ആഗ്രഹവും കൂടി മിങ്കിൾ ചെയ്തിട്ട് നമ്മളെ വർക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. ഫിനിഷ് ചെയ്യുമ്പോൾ നമ്മൾ ചെറിയൊരു മൈന്യൂട്ട് പ്രശ്നം ഉണ്ടെങ്കിലും അത് അപ്പം തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് മെയിൻ ആയിട്ട് വേണ്ടത് പണിയെടുക്കാൻ നല്ല താല്പര്യം വേണം, അത്രേ ഉള്ളൂ. സ്റ്റേജ് വർക്ക് സൈസ് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. അതായത് ഞാനിപ്പോ ഒരു പന്തൽ വർക്ക് ചെയ്യുമ്പോ ഇപ്പൊ ലാസ്റ്റ് ചെയ്തത് 60 അടി ഇന്നറാണ്. ഒരു കാല് കഴിഞ്ഞ അടുത്ത കാല് വരെ സെൻട്രൽ കാല് തൂണും ഒന്നും ഉണ്ടാവില്ല. സ്ട്രെയിറ്റ് ഒരു 100 അടി 200 അടി 500 അടി വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റണ നല്ലൊരു ഓഡിറ്റോറിയം പോലത്തെ ഒരു സ്ട്രക്ചറാണ് ലാസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിനനുസരിച്ച് വേണമെങ്കിൽ സ്റ്റേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതിങ്ങനെ പണ്ടത്തെ പോലെ കുറെ വെൽഡ് ചെയ്ത് അവിടെ കൂടി ഇടല്ല, എല്ലാം നെറ്റ് ആൻഡ് ബോൾട്ട് ആയിരിക്കും, പീസ് ആയിരിക്കും. ഇതൊക്കെ കൂടി നമ്മ അവിടെ ചെന്ന് പണി എളുപ്പമായിരിക്കും. കാരണം ഒക്കെ ഇങ്ങനെ ലോക്ക് സിസ്റ്റം ഉണ്ട്, നെറ്റ് ആൻഡ് ബോൾട്ട് ഉണ്ട്. അതായത് നമുക്ക് നെറ്റ് ആൻഡ് ബോൾട്ട് നെറ്റ് ആൻഡ് ബോൾട്ട് തന്നെ ഇട്ടേ പറ്റും. അല്ലെങ്കിൽ ജർക്കിങ് വരുമ്പോൾ ഭയങ്കര വ്യത്യാസം വരും. അതും ചിലപ്പോൾ ഇടിഞ്ഞൊളിഞ്ഞ് വീഴും വരും സ്റ്റേജ്. പന്തൽ വർക്ക് പിന്നെ ലോക്ക് സിസ്റ്റം മതി. പിന്നെ ടർപ്പായി വെച്ച് ഒരു കെട്ട് കഴിഞ്ഞാൽ അതവിടെ ഇരുന്നു. നമുക്ക് നമ്മുടെ ഐഡിയയിലനുസരിച്ച് എന്താണോ വേണ്ടത് അത് നമുക്ക് 100% നമുക്കത് ഉണ്ടാക്കാൻ പറ്റും. നല്ല വിശ്വാസമുണ്ട്. കസ്റ്റമേഴ്സ് ഇപ്പൊ അച്ഛൻ തുടങ്ങിയപ്പോ മറ്റേ ഗൂഗിള് അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഗൂഗിള് വഴി കസ്റ്റമേഴ്സ് മറ്റേ ഓൺലൈൻ വഴി നോക്കി വരുന്നവരുണ്ട്. പിന്നെ നിലവിലുള്ള നമ്മുടെ അച്ഛന്റെ
വർക്ക് കണ്ടിട്ടുള്ളവരും പിന്നെ ഞാൻ ചെയ്ത വർക്ക് കണ്ടിട്ടുള്ളവരും അങ്ങനെ കണക്ഷൻ ചെയ്ത് വരുന്നവരാണ് കൂടുതൽ. പിന്നെ ഞാൻ ആരും അങ്ങോട്ട് പോയി പ്രിഫർ ചെയ്യാറില്ല. നമ്മള് ഇന്നത് ചെയ്യും അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല. നമ്മുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നീറ്റായിട്ട് ഇത്ര ഇത്ര രൂപ ഇത്ര കാശ് ഇതാണ് ഇങ്ങനെയാണ് ഫുൾ മെറ്റീരിയൽ എല്ലാം ഒരു ചാർട്ടായിട്ട് ചെയ്ത് കൊടുക്കും. അത് അവർക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ അതിനും അവർക്ക് റേഷ്യോ, അതായത് കാശിന്റെ റേറ്റ് കൂടിക്കഴിഞ്ഞാൽ നമ്മളൊരു ബ്രാൻഡ് ഇട്ട് കഴിഞ്ഞാൽ ആ ബ്രാൻഡിന്റെ ടോപ്പ് ലെവലിൽ ഞാൻ ഫസ്റ്റ് അവർക്ക് കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കുള്ളൂ. അത് മുൻകൂട്ടി പറയും, അതായത് ഇന്ന റേഞ്ചുള്ള സാധനങ്ങളാണ്, അതിന് ഇത്ര റേഷ്യോ. അപ്പോൾ അതിന് ലോ ക്വാളിറ്റി വരും. ലോ ക്വാളിറ്റി മീൻസ് ട്യൂബിന്റെ തിക്നെസിന്റെ വ്യത്യാസം, അതിന് ഇത്ര റേഷ്യോ. അപ്പൊ കസ്റ്റമർക്ക് ഏതാണോ കംഫർട്ടബിൾ വരുന്നത്, അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്ത് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ആ റേഷ്യോ അവരുടെ മനസ്സിൽ എന്താണോ പിന്നെ നമ്മളെ ഐഡിയയും അവരെ ഐഡിയയും കൂടി ചേർന്നിട്ട് അത് ഇന്ന റേഷ്യോയില് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റേഷ്യോയിലേക്ക് നമ്മൾ ആക്കി കൊടുക്കും വിത്ത് ഫുൾ ഫിനിഷിങ് അടക്കം. ഓൾമോസ്റ്റ് തൃശ്ശൂര് ഏകദേശം ഒട്ടുമിക്ക പന്തലുകാരായിട്ട് നല്ല കോണ്ടാക്ട്സ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഇവിടെ ചെയ്തിട്ടുണ്ടെന്നാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. അതായത് തൃശ്ശൂർ ജില്ല പന്തൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ തന്നെയാന്ന് പറഞ്ഞത്. ഐഡിയാസും അതിന്റെ പ്ലാനിങ്ങും ആദ്യം പണ്ട് മുള ഇതൊക്കെ വെച്ചിട്ടാണല്ലോ നമ്മൾ വീടിന്റെ ഫ്രണ്ടിൽ കെട്ടലും, പിന്നെ ആ മുള വെച്ചിട്ടാണ് എല്ലാ പന്തലും ഇടലും, ഓല അതൊക്കെ മാറി. അപ്പൊ അതിനൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് അച്ഛൻ തിങ്ക് ചെയ്തു. അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അച്ചും കാര്യങ്ങളും ഡൈയും എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ വെച്ച് സെറ്റ് ചെയ്ത് ഇവിടെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയതാണ്. അച്ഛൻ ഉള്ളപ്പോ ആ കാലഘട്ടത്തില് ട്യൂബുകളില്ല, സ്ക്വയർ ട്യൂബ് ഇല്ല. ഈ GI GP അങ്ങനെ പറയുന്ന പോലെ സ്ക്വയർ ട്യൂബുകൾ അധികം ഒന്നുമില്ല അന്ന്. ആംഗിള് പിന്നെ GI തന്നെ റൗണ്ട് അങ്ങനത്തെ കാര്യങ്ങളുള്ളൂ. പക്ഷെ ഇപ്പൊ നമുക്ക് നിലവിൽ എല്ലാ സ്ക്വയർ ട്യൂബുകളും കിട്ടും. ഇത് കട്ട്ലറെ ഷേപ്പിനനുസരിച്ച് തന്നെ ട്യൂബുകളെല്ലാം റെഡിമെയ്ഡ് കിട്ടും. അപ്പൊ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും, പിന്നെ ആദ്യമൊക്കെ നമ്മൾ വെൽഡിങ് പിന്നെ ഇതിപ്പോ എല്ലാം നെറ്റ് ആൻഡ് ബോൾട്ട് മെക്കാനിക്സ് ആയി. നമുക്ക് എപ്പോ വേണമെങ്കിലും ഊരാം, എപ്പോ വേണമെങ്കിലും ഫിറ്റ് ചെയ്യാം. അത് പിന്നെ പെർമനന്റ് ആക്കണമെങ്കിൽ പെർമനന്റ് ആക്കാം. അല്ലെങ്കിൽ ഓരോരുത്തരെ കസ്റ്റമറുടെ താല്പര്യം എന്താണോ അതുപോലെ നമ്മ ചെയ്തു കൊടുക്കും. പന്തൽ വർക്ക് അല്ലാണ്ട് ട്രസ് വർക്ക് എടുക്കും, ഗേറ്റ്, ഗ്രില്ല്, പിന്നെ കിണർമുടി, പിന്നെ എക്സ്റ്റെൻഡ് റൂം, ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണ ചാച്ചർക്ക്, അങ്ങനെ വിറക് വര, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ചെറിയ പരിപാടികളുണ്ട്. ഈ സ്കഫോർഡ് അടിച്ചു കൊടുക്കുക, ഈ വാടകയ്ക്ക് കൊടുക്കുന്നവർക്ക് സ്കഫോർഡ് അടിച്ചു കൊടുക്കുന്ന പരിപാടി ഉണ്ട്. അത് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പന്തൽ വർക്ക് അങ്ങനെ വലിയ കോമ്പറ്റീഷൻ ആയിട്ട് വന്നിട്ടില്ല. കാരണം ഡൈയും കാര്യങ്ങളൊക്കെ ഇവിടെ അടിക്കുന്ന കാരണം ഇവിടെ തന്നെ ബാക്കിയുള്ള സ്ഥലത്ത് അടിച്ചിട്ട് അത്രയും ക്ലിയർ കിട്ടുന്നില്ല എന്നാണ് നിലവിൽ എന്റെ കോണ്ടാക്ട്സ് അനുസരിച്ചുള്ള നിഗമനം. പിന്നെന്ന് വെച്ചാൽ സൈറ്റ് വർക്ക് ആസ് യൂഷ്വൽ നമുക്ക് അങ്ങനെ റയർ ആയിട്ട് കിട്ടാറുള്ളൂ. കാരണം നമ്മുടെ കമ്പനി മീൻസ് ഈ സ്ഥാപനത്തിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് കീപ്പ് അപ്പ് ചെയ്തിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെതായ ക്വാളിറ്റിയും അതിൻ്റെതായ പെർഫെക്ഷനും എല്ലാം ഉണ്ടാവും വർക്കിൽ. അതിൽ ഇതിന്റെ റേഷ്യോ ഉണ്ടാവും. ഹോബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഹോബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷട്ടിൽ ബാഡ്മിന്റൺ പ്ലെയർ ആണ്. അത്യാവശ്യം ഇൻഡോറാണ് കളിക്കുന്നത്. അത്യാവശ്യം കോമ്പറ്റീഷനും എല്ലാത്തിനും ഇറങ്ങാറുണ്ട്. പിന്നെ സ്പോർട്സും ഫിറ്റ്നസും, പിന്നെ ഡെയിലി ഓട്ടമുണ്ട്. പിന്നെ ഞാൻ ബോഡി ബിൽഡിങ്ങിന് ഇറങ്ങിയിട്ടുള്ള വ്യക്തിയാണ്. പിന്നെ പ്രത്യേകിച്ച് ഹോബിയൊന്നുമില്ല. റീഡിങ് ഉണ്ട്, ഡ്രോയിങ് ഉണ്ട്, പടം വരയ്ക്കും. പിന്നെ ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ ആലോചിച്ചിരിക്കും, ഓരോ ഐഡിയാസിനെ കുറിച്ച് ഇങ്ങനെ കുറെ നേരം ആലോചിച്ചിരിക്കും. ആക്ടിങ് ഉണ്ട്. ആക്ടിങ് ഒക്കെ എല്ലാം നല്ല താല്പര്യമുള്ള കേസാണ്. പക്ഷെ ഞാൻ ഈ ഒരു ഫീൽഡ് ഇങ്ങനെ ആയതുകൊണ്ടും പിന്നെ നമ്മൾ എപ്പോഴും കൂടെ വേണോണ്ടും എനിക്ക് ഒരു ആക്ടിങ് തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ, ഒരു ഫിലിം ഇൻഡസ്ട്രി തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതിലേക്ക് തന്നെ കൂടെ ഇൻട്രസ്റ്റ് വരുള്ളൂ. അപ്പൊ നമ്മളെ ഈ ബേസ് നമുക്ക് അധികം നിലനിർത്താൻ സാധ്യത കുറവായിരിക്കും. കാരണം ഇവിടെ ഞാനില്ലാണ്ട് കളി നടക്കില്ല. പിന്നെ അത് നമുക്ക് പ്രോഫിറ്റബിൾ ആണെങ്കിൽ, അതായത് ഇൻഡസ്ട്രിയിൽ കയറി നമുക്കൊരു പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ സുഖമായിരിക്കും. സ്റ്റാർട്ടിങ്ങിന്റെ കാര്യം ഞാൻ പറഞ്ഞോളൂ. പടിയൂര് കോടംകുളം എന്ന് പറയും. എക്സാക്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇരിഞ്ഞാലക്കുടയാണ് ബേസ്. ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ഇടതിരിഞ്ഞ് ടു
മൂന്നുപിടിക്ക് പോണ വഴിയിൽ പടിയൂര് ശ്രീകൃഷ്ണ എഞ്ചിനീയറിംഗ് വർക്ക്സ്